നമസ്തേ. അപ്പോൾ ഇന്ന് ഒരാൾ പറഞ്ഞു, ശാക്തേയത്തിൻ്റെ വീടിയിട്ടപ്പോൾ പറഞ്ഞു, വടക്കിനിയും ഭാവവും ശാക്തേയവും തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്ന് പറഞ്ഞു തരണം. എന്താണ് വടക്കിനിയും ഭാവം, എന്താണ് ശാക്തേയം? ശാക്തേയം എന്ന് പറഞ്ഞാൽ ശക്തി ആരാധന, ഭൈരവ ഭൈരവി സംഘത്തിലുള്ള ശിവശക്തി സംയോഗമായ കർമ്മത്തിനെയാണ് ശാക്തേയം എന്ന് പറയുന്നത്. അതിന് ഒരുപാട് വഴികളുണ്ട്, 64 ഉപചാരങ്ങളുണ്ട്. ഭഗവാൻ പരമശിവൻ പാർവതിക്ക് അറിഞ്ഞു കൊടുത്ത ഒരു കർമ്മ ഉപദേശമാണ് ശാക്തേയം. ഭഗവാൻ ഇത് പറയുമ്പോൾ മത്സ്യേന്ദ്രനാഥൻ എന്ന് പറഞ്ഞ ഒരു മത്സ്യം ഇത് കേൾക്കുകയും ആ മത്സ്യത്തിനെ ഒരു മുക്കുവൻ വലയിൽ പിടിച്ചപ്പോൾ ആ മത്സ്യം ഈ മുക്കുവനോട് പറഞ്ഞു, നിനക്ക് നല്ലൊരു വിദ്യ ഞാൻ ഉപദേശിച്ചു തരാം, നീ എന്നെ രക്ഷപ്പെടുത്തുവാണെങ്കിൽ എന്ന്. അങ്ങനെ ആ മത്സ്യേന്ദ്രനാഥനിൽ നിന്നും ആ മുക്കുവ പരമ്പരയിലേക്ക് ഈ കർമ്മം എത്തിപ്പെടുകയും അതിൽ നിന്ന് ഇങ്ങോട്ട് ഗുരുപരമ്പരകളിലൂടെ ഈ കർമ്മം വ്യാപിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ശാക്തേയം ശരിക്ക് 64 ഉപചാരങ്ങളാണ്. നമ്മൾ ചെയ്യുന്ന മറ്റേതൊരു കർമ്മമായിക്കോട്ടെ, ഗണപതി ഹോമമായിക്കോട്ടെ, സുദർശന ഹോമമായിക്കോട്ടെ, മറ്റുള്ള കർമ്മങ്ങൾ ഒക്കെ വൈദിക സമ്പ്രദായം ആയിക്കോട്ടെ, അതിനൊക്കെ 16 ഉപചാരങ്ങളാണ്. അപ്പോൾ എന്താണ് ഈ ഉപചാരങ്ങൾ? അഞ്ചും അഞ്ചിൽ താഴെയുമുള്ള ഉപചാരങ്ങളെ അധമമെന്നും 5 മുതൽ 10 വരെയുള്ള ഉപചാരങ്ങളെ മധ്യമമെന്നും 10 മുതൽ 16 വരെ ഉപചാരമുള്ള കർമ്മങ്ങളെ ഉത്തമമെന്നും പറഞ്ഞു. മധ്യമം, അധമം, മധ്യമം, ഉത്തമം, ഇങ്ങനെയാണ് കർമ്മങ്ങളെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ശാക്തേയം എന്ന് പറയുന്ന കർമ്മത്തിൽ 16 കഴിഞ്ഞ് 64 ഉപചാരങ്ങളാണ്. അപ്പോൾ 64 ഉപചാരങ്ങൾ വരുന്ന ഈ കർമ്മത്തെ അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് വിവക്ഷിക്കാം? ശാക്തേയം എന്നത് ഉത്തമത്തിൽ ഉത്തമം എന്ന് പറയും. മധ്യമം, അധമം, ഉത്തമം, ഉത്തമത്തിൽ ഉത്തമം. ഈ ഉത്തമത്തിൽ ഉത്തമത്തിലെ കവിച്ചു വെക്കാൻ മറ്റൊരു കർമ്മം ഇവിടെ ഇല്ല. ഇത് ആചാര്യന്മാർ എഴുതി വെച്ച കാര്യങ്ങളാണ്, അല്ലാതെ എൻ്റേതായിട്ട് ഇത് പറയുന്നില്ല. ഉത്തമത്തിൽ ഉത്തമമായ ഈ മഹാകർമ്മത്തെയാണ് ഇന്ന് മദ്യവും കോഴിയും ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന അധമകർമ്മമെന്ന്, അല്ലെ മധ്യമകർമ്മമെന്ന് പലരും വിവക്ഷിക്കുന്നത്. അത് അതിൻ്റെ വഴികളോ അതിനെപ്പറ്റിയോ അറിയായിട്ടാണ്. അതിൽ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ എന്തോ ആവട്ടെ, ആ ദ്രവ്യങ്ങൾ എന്തൊക്കെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, ഏത് തലത്തിൽ ഉപയോഗിക്കണം എന്നൊക്കെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അത് ആ കർമ്മത്തിൽ ഉപയോഗിക്കാനും പാടുള്ളൂ. അല്ലാതെ ശാക്തേയ മണ്ഡപം മദ്യസേവ നടത്താനുള്ള ഒരു വേദിയല്ല. അപ്പോൾ അതിൽ തന്നെ മനസ്സിലാക്കിക്കൊള്ളുക, അതിൽ ഉപയോഗിക്കുന്ന കർമ്മവിധാനത്തിൽ ഉപയോഗിക്കുന്ന ആ സംഗതികളൊക്കെ എത്ര മൈന്യൂട്ടായിട്ടുള്ള അളവിലാണ് ഉപയോഗിക്കുന്നുണ്ടാകുക. അതിനൊക്കെ വ്യക്തമായിട്ടുള്ള പദ്ധതികളുണ്ട്. അതുമാത്രമല്ല, അത് എങ്ങനെയൊക്കെയാണ് അതിൽ ഉപയോഗിക്കുന്നത്, അത് മദ്യമായിട്ടാണോ ഉപയോഗിക്കുന്നത്, അല്ലെ മദ്യത്തിനെ അതൊക്കെ അതാണ്. അപ്പം പലതും പല കാര്യങ്ങളും അങ്ങനെ നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ല, ശാക്തേയത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ചില സ്ഥലത്ത് കാളിയായിട്ടായിരിക്കും ശാക്തേയത്തിൽ, ചില സ്ഥലത്ത് ഭുവനേശ്വരി ആയിരിക്കും, ചില സ്ഥലത്ത് ചാമുണ്ഡി ആയിരിക്കും. ഇങ്ങനെയൊക്കെ ആരാധിക്കുന്നുണ്ട് ഓരോ ദേവതയും. അപ്പോൾ ഈ ശാക്തേയ പദ്ധതി ഇന്ന് പലർക്കും എന്താണെന്ന് പോലും അറിയില്ല. കുറച്ച് മദ്യം വെച്ച് ഇറച്ചി കടയിൽ നിന്ന് വാങ്ങിയ കോഴിയെ വെട്ടി ഇറച്ചി കറി വെച്ച് പൂജിക്കുന്ന ആൾക്കാരുണ്ട്. ഇതാണ് ഇതിൻ്റെ വഴിയെന്ന് പറഞ്ഞു നടക്കുന്നവരുണ്ട്. മറ്റു ചിലർ കുറേ പ്രേതങ്ങളെ എടുത്ത് വെച്ചിട്ട് ശാക്തേയ റൂമൊക്കെ ഉണ്ടാക്കിയിട്ട് ആ പ്രേതങ്ങളൊപ്പം ശാക്തേയം ചെയ്യുന്ന കുറച്ച് ആൾക്കാർ അത് വേറെയുണ്ട്. ഇതൊന്നുമല്ല പക്ഷേ ശാക്തേയം.
ശാക്തേയം എന്ന് പറയുന്നതിന് അതിന് വ്യക്തമായിട്ടുള്ള അടിസ്ഥാന പദ്ധതികളുണ്ട്. അതെങ്ങനെ ചെയ്യണമെന്ന് ആചാര്യന്മാർ ഇവിടെ ഗുരുസമ്പ്രദായ പ്രകാരം പറഞ്ഞു വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വടക്കേ മലബാറിലെ ശാക്തേയം എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യത്യാസങ്ങളാണ്. വടക്കേ മലബാർ ശാക്തേയം ഭൈരവാദി പഞ്ചമൂർത്തികൾ എന്ന് പറഞ്ഞ മൂർത്തികളില്ലാതെ വടക്കേ മലബാറിലെ ശാക്തേയം പൂർണ്ണമാവില്ല. അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. അത് അങ്ങ് തെക്കോട്ട് പോകുമ്പോൾ അത് മാറും, ആ പദ്ധതികളെ മാറുന്നുണ്ട്. അപ്പോൾ അതാന്ന് പറഞ്ഞാൽ ഇത് ഗുരുസമ്പ്രദായമാണ്. അപ്പോൾ ഇത് ദേവിയെ, പരാശക്തിയായിരിക്കുന്ന ദേവിയെ വിവിധ ഭാവത്തിൽ വിളിച്ചു വരുത്തിയിട്ട് ശിവശക്തി സംയോഗമായിട്ടുള്ള ഒരു കർമ്മത്തിലൂടെ ചെയ്യുന്ന കർമ്മങ്ങളാണ് ഭൈരവി സങ്കല്പം എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഈ മഹാകർമ്മത്തെ അറിഞ്ഞു തന്നെ കൊണ്ടു നടക്കണം, അറിഞ്ഞ് ചെയ്യുകയും വേണം. ഏതൊരു തറവാട്ടിലും അവരുടെ തറവാട്ടിലെ ആൾക്കാരാണ് ശാക്തേയം ചെയ്യേണ്ടത്, ചെയ്തു വന്നിരുന്നത് പണ്ട്. ആ തറവാട്ടിലെ കാരണവന്മാരായിരുന്നു. ഇന്ന് അതിന് ലോപം വന്നു, പലർക്കും അതിൽ താല്പര്യമില്ല, പുതുതലമുറ ഇതിൽ വരുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്ന് കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോഴത്തെ ആൾക്കാരെ പല തറവാടുകളും വന്ന് വിളിച്ചിട്ട് ശാക്തേയം ചെയ്യേണ്ട അവസ്ഥ വരുന്നത്. ശരിക്കും വേണ്ടത് അങ്ങനെയല്ല. അവനവൻ്റെ തറവാട്ടിലെ അവനവൻ്റെ കുലത്തിലെ ആൾക്കാർ പഠിച്ചു ചെയ്യേണ്ട കർമ്മമാണ് ശാക്തേയം. കാരണം അവൻ്റെ കുലദേവതയാണ് ശാക്തേയം. അവൻ്റെ ആ തറവാട്ടിൽ അവൻ്റെ കുലദേവതയാണ്, അല്ലാണ്ട് വരുന്ന കർമ്മീൻ്റെ അല്ല. അപ്പോൾ അവരുടെ ജീനുക്കളും ഈ കുലപരത ആ ദേവിയും തമ്മിലൊരു ബന്ധം ഉണ്ടാവും. അപ്പോൾ അതങ്ങനെ ആയിക്കഴിഞ്ഞാലാണ് അത് ഭംഗിയായിട്ട് വരിക. പിന്നെ ഭണ്ണാരമൂർത്തി സങ്കല്പം. ഭണ്ണാരമൂർത്തി സങ്കല്പം എന്ന് പറയുന്നത് പലരും പറയുന്നത് കേട്ടത് വസൂരി വന്ന് മരിച്ചു കഴിഞ്ഞാൽ ഭണ്ണാരായി എന്നൊക്കെ ആണ് പണ്ട് പറയുക. വസൂരി എന്ന് പറയുന്നത് എന്താണ്? ദാരികന്റെ പത്നിയായ മനോദരി ശിവനെ തപസ് ചെയ്തു. തൻ്റെ ഭർത്താവിനെ കൊന്ന കാളിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വരം വാങ്ങി. ശിവൻ തപസ്സിൽ സംപ്രീതനായിട്ട് ശിവൻ്റെ വിയർപ്പ് തുള്ളികൾ കൊടുത്തു. ഇത് ആരുടെ ശരീരത്തിലാണോ നീ തളിക്കുന്നത് അവർ വസൂരി പൊന്തി മൃദുപ്രായാവെന്ന് പറഞ്ഞു. അങ്ങനെ വരം വാങ്ങി വരുമ്പോഴാണ് തൻ്റെ ഭർത്താവിൻ്റെ ശിരസുമായിട്ട് കാളി ആനന്ദ നൃത്തം ചവിട്ടി വരുന്നത് കാണുക. ആ ആനന്ദ നൃത്തം ചവിട്ടി വരുന്ന കാളിയുടെ ശരീരത്തിലേക്ക് ഈ വിയർപ്പ് തുള്ളികൾ എറിഞ്ഞു മനോദരി. അപ്പോൾ കാളി വസൂരി വന്ന് നിലത്ത് വീണു, മൃദുപ്രാതനായി ക്ഷീണിച്ചു. ഇതറിഞ്ഞ ഭഗവാൻ അച്ഛൻ, നല്ലച്ഛൻ ശിവൻ ക്രോധം കൊണ്ട് വിറച്ചു. എന്നിട്ടോ കണ്ടത്തിൽ നിന്നും ഗണ്ഡാകർണൻ പിറന്നു. ഈ ഗണ്ഡാകർണൻ വന്നു തൻ്റെ സഹോദരി സ്ഥാനമായുള്ള കാളിയുടെ ശരീരത്തിലെ വസൂരികളൊക്കെ നക്കിത്തുടച്ച് ഭേദമാക്കി. അത് കഴിഞ്ഞ് കാളി ഈ മനോദരിയെ മൂക്കും മുലയും ഒക്കെ ഛേദിച്ചു. ഇങ്ങനെയൊക്കെയാണ് ഐതിഹ്യ കഥകളിൽ പറയുന്നത്. അപ്പം പിന്നെ പശ്ചാത്താപം തോന്നിയിട്ട് മനോദരി മാപ്പ് പറഞ്ഞ് കാലിക്കല്ല് വീണപ്പോൾ പശ്ചാത്താപം തോന്നിയ കാളി തൻ്റെ ഇടതുവശത്ത് ദുഷ്ടജനങ്ങൾക്ക് വസൂരി വിതറാൻ വേണ്ടിയിട്ടും എന്നെ പരീക്ഷിക്കുന്നവർക്ക് വസൂരി വിതറാൻ അവിടെ ഇരുത്തി എന്നൊക്കെയാണ് സങ്കല്പം പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് വസൂരിമാല എന്നുള്ള ഒരു സങ്കല്പം വരുന്നതും അങ്ങനത്തെ ഒരു ദേവതയുടെ ഉടലെടുക്കുന്നതും. അപ്പോൾ ഈ വസൂരി വന്ന് മരണപ്പെട്ടവർ ഒക്കെ വണ്ണാരായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിൽ സംശയമാണ്. അങ്ങനെയൊക്കെ വണ്ണാരായി എന്ന് പറയാൻ, പണ്ടുള്ള വസൂരി വന്ന കൂട്ടരൊക്കെ വണ്ണാരായോ എന്ന് പറയാന്ന് വെച്ചാൽ അതിലും ചില ഇതുണ്ട്. പക്ഷേങ്കിൽ
ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കിയതും പഠിച്ചതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഭണ്ണാര ആകുക എന്ന് പറയുന്നത്, ഒന്ന് ജീവിതദശയിൽ ഈ ഭഗവതിയെ ആരാധിച്ച് നല്ലവണ്ണം കൊണ്ടു നടന്ന ആൾക്കാർ, ദേവീ ഉപാസനയിലൂടെയോ കോമരമായിട്ടോ എന്ന് വേണ്ട ആ കർമ്മ വഴികളിലൂടെ ആ ദേവതയെ ആചരിച്ച ആൾക്കാരാണ് മരണസമയത്ത് ദേവിയിലേക്ക് ലയിക്കുക എന്ന് പറയും. ഭഗവതിയിലേക്ക് ലയിക്കുക. ഭഗവതിയിലേക്ക് ലയിക്കുമ്പോൾ ആ ശരീരത്തിൽ 9 സ്ഥാനത്തിൽ എവിടെയെങ്കിലും ഒരു കസൂരി പൊന്തിയൊരവസ്ഥ കാണിക്കുന്നതാണ് അതിൻ്റെ ലക്ഷണം. അതുമാത്രമല്ല, ഈ വ്യക്തി മരിക്കുന്ന ദിവസവും നാളും പക്കവും ഒക്കെ ആ ദേവതയിലേക്ക് ലയിച്ചതിൻ്റെ അനുഭവം കാണിക്കും. അപ്പോൾ ഈ അല്ലെ ഈ ഭണ്ണാര ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ ദേഹം ജഡാവസ്ഥയിൽ നിന്ന് മാറി അത് ഭഗവതി സാന്നിധ്യമുള്ള ശരീരം എന്ന് പറയാം. അതുകൊണ്ടാണ് ഭണ്ണാരം താക്കുന്ന ക്രിയയിലൂടെ പൊതുവേ മരിച്ചു കഴിഞ്ഞാൽ തെക്ക് വടക്ക് വെക്കുന്ന ശരീരം കിഴക്ക് പടിഞ്ഞാറായിട്ട് വെച്ച് അതിനെ ഭണ്ണാര സ്ഥാപനം നടത്തും. ഭണ്ണാരത്തറയൊക്കെ കെട്ടി കർമ്മങ്ങൾ ചെയ്ത് വടക്കിനി ഭാഗ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ഭണ്ണാര സ്ഥാപനം നടത്തും. അങ്ങനെയാണ് ഭണ്ണാരം ആവുക. ഈ ഭണ്ണാരായ തറവാട്ടുകളിൽ നടക്കുന്ന, അവർക്ക് വേണ്ടി നടക്കുന്ന പൂജയാണ് വടക്കിനി ഭാഗം. വടക്കിനി ഭാഗം എന്ന് പറഞ്ഞാൽ വടക്കോട്ട് നോക്കി തിരിഞ്ഞിരുന്ന് 64 അല്ലെങ്കിൽ 16 അല്ലെങ്കിൽ 32 കള്ളികളിൽ ഏതെങ്കിലും കള്ളികളിൽ വാഴത്തട വെച്ച് പോളകൾ കൊണ്ട് കള്ളികൾ ഉണ്ടാക്കി നറുക്ക് വെച്ച് പൂജകൾ ചെയ്ത് കൂത്തിരി കുത്തി അതിൽ ചെയ്യുന്ന കർമ്മമാണ് ഭണ്ഡാരമൂർത്തിക്ക് വേണ്ടി ചെയ്യുന്ന വടക്കിനിയും ഭാഗ കർമ്മം. ഈ വടക്കിനിയും ഭാവ കർമ്മം ചെയ്യുന്നത് ഭണ്ഡാരമൂർത്തി സങ്കല്പത്തിനാണെങ്കിലും ഇത് ഏറ്റുവാങ്ങുന്നത് ഭദ്രകാളി തന്നെയാണ്. ആ കാളിയിലേക്ക് തന്നെയാണ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുക. കാരണം ആ കാളിയിലേക്ക് ജയിച്ച അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വടക്കിനി ഭാഗ കർമ്മം ചെയ്യുന്നത്. അപ്പോൾ ഈ വടക്കിനി ഭാഗ കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ആ കോടീനെ അകത്ത് നിഴലിൽ കൂട്ടാൻ കൊടുക്കുന്നൊക്കെ വഴികളുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടത്. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള വഴി. അപ്പോൾ ഈ ചാക്തയും വടക്കിനിയും ഭാഗവും രണ്ടും രണ്ടാണ്, ഒന്നല്ല. ചാക്തയം എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുലപരദേവതേനെ വേണ്ടിയിട്ട് ചെയ്യുന്ന തട്ടകത്തമ്മ അല്ലെ മച്ചിൽപ്പുറത്തമ്മ, മച്ചകത്തമ്മ, അങ്ങനെയൊക്കെ പറയും പണ്ട്. അങ്ങനെയൊക്കെ വിളിക്കുന്ന വഴികളിലൂടെയുള്ള ആ ദേവതയായിരിക്കും ശാക്തയത്തിൽ ഉണ്ടാവുക. ഭണ്ണാരമൂർത്തി സങ്കല്പം എന്ന് പറഞ്ഞാൽ പുറത്ത് അധികം ഈ ഭണ്ണാരമായിട്ടുള്ള ആൾക്കാരുടെ തറകൾ പല തറവാടുകളിലും ഇന്ന് ശേഷിക്കുന്നുണ്ട്. പലതും ഇന്ന് കുഴിച്ചു കോരി കടലിൽ ഒഴുക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ദുരിതങ്ങളൊക്കെ അവർ നേരിടുന്നുമുണ്ട്. അപ്പോൾ ഇതാണ് ശാക്തയവും ഭണ്ഡാരമൂർത്തിയും തമ്മിലുള്ള വ്യത്യാസം. ശാക്തയം അകത്ത് വെച്ച് ചെയ്യുന്ന നിഗൂഢമായ പദ്ധതിയാണ്. വടക്കിനിയും ഭാഗം ഭണ്ണാരമൂർത്തിക്ക് ചെയ്യുന്നത് പുറത്ത് വടക്കോട്ട് നോക്കിയിരുന്ന് മുറ്റത്ത് വെച്ച് ചെയ്യുന്ന, തട്ടുതല വെച്ച് ചെയ്യുന്ന കർമ്മമാണ്. ഇതാണ് ഇതിനെക്കുറിച്ച് ഇപ്പം പറയാനുള്ളത്.